Hi all. 2026 ഒരു സർക്കാർ ജോലി സ്ഥിരതയും സുരക്ഷയും ബഹുമാനവും സന്തോഷവും എല്ലാം കിട്ടുന്ന ഒരു സർക്കാർ ജോലി ഒരു ഉറച്ച ഭാവി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. 2026 കേരള PSCയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെന്ന് അറിയാമല്ലോ. ഓക്കെ, ആ നോട്ടിഫിക്കേഷൻസിന്റെ എല്ലാം ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് ഇപ്പം കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേരള PSCയുടെ സൈറ്റിൽ, അത് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ്, അതിനു വേണ്ടിയുള്ള പഠിക്കേണ്ട രീതി, ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹായ് ഓൾ, വെൽക്കമിങ് ബാക്ക് ടു വെരാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. ഇതേപോലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നമ്മുടെ ചാനലിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ നോട്ടിഫിക്കേഷൻസും നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമ്മൾ പറയുന്നതായിരിക്കും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും അതിൻ്റെ ക്വാളിറ്റിയും അത് എങ്ങനെ വേണം അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം നമ്മൾ ഓൺഗോയിങ് ആയിട്ട് നമ്മൾ പോകുന്നത് എല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നിലവിൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് VFA എന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. 571/2025 നോട്ടിഫിക്കേഷൻ, ആ ബാർ കാറ്റഗറി നമ്പർ നോട്ടിഫിക്കേഷൻ അവസാന ഡേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് 14 ജനുവരി 2025 ആണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ഇവിടെ വരുന്നത്. ഈ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരിക്കും നമ്മൾ വില്ലേജ് ഓഫീസിലൊക്കെ പോകുമ്പോൾ വില്ലേജ് ഓഫീസറെ പോലെ ഒരു ജോലി നമ്മൾ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വില്ലേജ് ഓഫീസിലെല്ലാം ജോലി ചെയ്യണമെന്ന് എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ ഒരു പോസ്റ്റാണ് VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് WCPO CPO എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ പോലുള്ള പോസ്റ്റുകളാണ് നമുക്കിവിടെ വരുന്നത്. വുമൻ പോലീസ് കോൺസ്റ്റബിളും അതേപോലെ മെൻസിന്റെ കോൺസ്റ്റബിൾ CPO ഉള്ള പോസ്റ്റ് നമുക്ക് കാറ്റഗറി നമ്പർ വരുന്നത് 550/2025 563/2025. ഈ രണ്ട് നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റും 14 ജാൻ 2026 തന്നെയാണ്. ഇനി നമുക്ക് 3 ദിവസം മാത്രമേ ഉള്ളൂ, 3-4 ദിവസം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഈ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. 14 തീയതി വരെ നോക്കിയിരിക്കല്, 13 തീയതിക്ക് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് ഫയർമാനും CEO നമുക്ക് വരാൻ പോകുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ, എക്സൈസ് ഓഫീസർ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ നമുക്ക് വരുന്ന ഈ രണ്ട് നോട്ടിഫിക്കേഷൻ. പിന്നെ ഫയർമാൻ ഡ്രൈവർ, നമുക്ക് ഹെവി ലൈസൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഫയർമാൻ ഡ്രൈവർ എന്നുള്ളത്. അത് 552/2025 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അതേപോലെ എക്സൈസ് ഓഫീസറിന്റെ 564/2025, ഫയർമാന്റെ 551/2025. ഈ 3 നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റും 14 ജാൻ 2026 ആണ്. നമുക്ക് ഈ ആദ്യമ കാണിക്കുന്ന ആറ് പോസ്റ്റുകളും കാണുന്ന 6 പോസ്റ്റിന്റെയും കാറ്റഗറി നമ്പർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 6 കാറ്റഗറിയുടെ അവസാന ഡേറ്റ് വരുന്ന 14 ജാൻ 2026 ആണ്. ഈ 6 പോസ്റ്റുകളും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേരള PSC ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു സുവർണ്ണ അവസരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഏറ്റവും നല്ല അവസരങ്ങളാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എല്ലാവരും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അന്നേരം എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. 13 തീയതി വരെ നോക്കിയിരിക്കല്ലേ, 14 തീയതി ലാസ്റ്റ് ഡേറ്റ്, 13 തീയതി വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഈ 3-4 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഈ എക്സാംസിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഡേറ്റ് എല്ലാം കണ്ടു കാണും. ഇത് കൂടാതെ കുറെ നോട്ടിഫിക്കേഷൻസ് വന്നായിരുന്നു. ഇപ്പൊ ഞാൻ CPOയുടെ എല്ലാം പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആസ്പിറൻസിനും അറിയായിരിക്കും SI പോലുള്ള നോട്ടിഫിക്കേഷൻസ് വന്നായിരുന്നു. അന്നേരം ആ SI പോലുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാവരും അപ്ലൈ ചെയ്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, KSFE KSEB പോലുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. ഇതെല്ലാം ആസ്പിറൻസും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പം ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാവരും ആദ്യമേ അപ്ലൈ ചെയ്തെന്നാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല സ്ട്രോങ് ആസ്പിറൻസ് ആണ്. എല്ലാവരും കേരള PSCക്ക് വേണ്ടി ഇത്രയും നല്ലൊരു അവസരം വരുമ്പോൾ ആരും അപ്ലൈ ചെയ്യാതിരിക്കത്തില്ലെന്നും എനിക്കറിയാം. എന്നാലും ഞാൻ ഇവിടെ പറഞ്ഞത് ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ഇത്രയും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാൻ, ഏതെങ്കിലും പോസ്റ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അന്നേരം ഈ 6 പോസ്റ്റ് ഒഴിച്ച് നമുക്ക് എല്ലാവരും കാത്തിരുന്ന, ഞാൻ 2025 നവംബർ ഒക്ടോബർ മുതലേ ഒരുപാട് സ്റ്റുഡൻസ് ഞാൻ ചോദിക്കുന്നത് കേട്ടിട്ടുള്ള പോസ്റ്റാണ് BEVCO LDC. അന്നേരം BEVCO LDCയുടെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 619/2025 നോട്ടിഫിക്കേഷൻസ് ആണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെയാണ് LD ടൈപ്പിന്റെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു അവസരമാണ് LD ടൈപ്പിസ്റ്റ്. 2 രീതിയിലാണ് നമുക്ക് ഇവിടെ വിളിച്ചേക്കുന്നത്. നമുക്കൊന്ന് സ്റ്റേറ്റ് ജനറൽ കാറ്റഗറിയിൽ നമുക്ക് അവിടെ വിളിച്ചിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ജനറൽ കാറ്റഗറിയിൽ നമുക്ക് അവിടെ വിളിച്ചിട്ടുണ്ട്. അന്നേരം ഈ 2 പോസ്റ്റ് നമുക്ക് LD ടൈപ്പിന്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ 3 പോസ്റ്റ് നമുക്ക് പറയാനായിട്ട് പറ്റും. 2 പോസ്റ്റ് നമുക്ക് ഇവിടെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ഇവിടെ തിരിക്കാൻ പറ്റും. അന്നേരം ഈ 2 കാറ്റഗറി ടൈപ്പിന്റെ എന്ത് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണെങ്കിൽ LD ടൈപ്പിസ്റ്റ് ഉറപ്പായിട്ടും ചെയ്യണം. കാരണം അറിയാമല്ലോ, എല്ലാവർക്കും ടൈപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, എല്ലാവരും അതിനുവേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കോമ്പറ്റീഷൻ ഉറപ്പായിട്ടും
എന്തുവാ കുറവായിരിക്കും, കോമ്പറ്റീഷൻ ഉറപ്പായിട്ടും കുറവായിരിക്കും. നമുക്ക് ടൈപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊണ്ട് അതുമല്ല ടൈപ്പിൻ്റെ ആ ഒരു ബേസ് ചെയ്താണ് നമുക്കൊരു 40 മാർക്കിൻ്റെ ഒരു ചോദ്യവും നമുക്ക് അവിടെ വരുന്നത്. അന്നേരം നമുക്ക് അത്രയും അവിടെ കൂടുതൽ GK ഒന്നും പഠിക്കേണ്ട. GKക്കെല്ലാം നമുക്ക് ഒരു 10 ചോദ്യം 10 ടോപ്പിക്ക് നമുക്ക് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ LD ടൈപ്പിസ്റ്റ് എന്ന ജോലി നമുക്ക് ഉറപ്പിച്ച് നമുക്ക് അവിടെ പറയാൻ പറ്റും. അത്രയും നല്ലൊരു പോസ്റ്റാണ് LD ടൈപ്പിസ്റ്റ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, ഒന്ന് കാരിഫ് റാബി ക്രോപ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരും. അവിടെ നിന്നൊരു ചോദ്യം നമുക്ക് അവിടെ പറയാം. നവോത്ഥാനത്തിൽ നിന്നൊരു ചോദ്യം നമുക്ക് അവിടെ വരും. ഇങ്ങനെ ഒരു 10 ടോപ്പിക്ക് നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ LD ടൈപ്പിസ്റ്റ് നമുക്ക് ഉറപ്പായിട്ട് അവിടെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് അവിടെ. പിന്നെ ഒരു പഞ്ചവത്സര പദ്ധതിക്കകത്ത് ഉറപ്പായിട്ട് ഒരു ചോദ്യം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ LD ടൈപ്പിസ്റ്റ്. അവിടെ നമ്മൾ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അവിടെ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്, സ്റ്റേറ്റിലും ഉണ്ട്. അത് രണ്ടും ജനറൽ കാറ്റഗറി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ എല്ലാവരും ഉറപ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ഫയർ വുമൻ. ഞാൻ LD ടൈപ്പിസ്റ്റ് ഞാൻ 2 പറഞ്ഞായിരുന്നു, 2 കാറ്റഗറി ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫയർ വുമൻ. ഒരിക്കലും ഗേൾസ് ആണെങ്കിൽ, ഗേൾസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഫിസിക്കൽ ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും മാറി നിൽക്കലും നമുക്ക് ഒരുപാട് സമയമുണ്ട്. എങ്ങനെ പോയാലും ഫിസിക്കലിന് ആ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിന് നമുക്ക് എങ്ങനെ പോയാലും ഒരു 8 മാസം 9 മാസത്തോളം സമയം നമുക്ക് കിട്ടും. നമ്മൾ അടുത്ത ഒരു ഈ മാർച്ച് വരെ നമ്മളിപ്പോൾ പഠിച്ചിട്ടായാലും മാർച്ച് കഴിഞ്ഞിട്ട് ഫിസിക്കൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റുന്ന 2 പോസ്റ്റ് CPOയും ഫയർ വുമനും. ഒരു ഗേൾസും ഒരു ഗേൾസ് കാൻഡിഡേറ്റും ആസ്പിറൻസും ആഗ്രഹമുണ്ടോ ആഗ്രഹമില്ല. ഓക്കെ, ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കല്. അപ്ലൈ ചെയ്ത് ഫിസിക്കൽ എല്ലാം നമുക്ക് പിന്നെ നോക്കാം. ഫിസിക്കൽ നമുക്ക് ഉറപ്പായിട്ട് സമയമുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, ഫിസിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ഇപ്പം ജസ്റ്റ് നോക്കേണ്ടത് WCPOയും ഫയർ വുമനും എല്ലാ ഗേൾസ് ആസ്പിറൻസും. ഓക്കെ, നമുക്കിത് ഫിസിക്കൽ ഉണ്ട്, ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് ഇച്ചിരി പാടുള്ളതാ, നമുക്ക് എക്സാം കിട്ടിയിട്ടും കാര്യമില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരിക്കലും വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കുകയും ചെയ്യൽ. ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക, WCPOയുടെ ലാസ്റ്റ് ഡേറ്റ് 14 ജനുവരിയാണ്. അതേപോലെ ഫയർ വുമന്റെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് അവിടെ വരുന്നത് 4 ഫെബ്രുവരി. ഞാനിപ്പം പറഞ്ഞ എല്ലാ പോസ്റ്റും വെബ്കോ LDC, LD ടൈപ്പിസ്റ്റ്, ഫയർ വുമൻ, LD ടൈപ്പിസ്റ്റ്, അതേപോലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് 833/2025 എന്ന് വരുന്ന ഈ 5 പോസ്റ്റിന്റെയും നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 4 ഫെബ്രുവരി 2026. അപ്പൊ ഇത്രയും പോസ്റ്റുകൾ എല്ലാവരും അപ്ലൈ ചെയ്യണം. ആരും അപ്ലൈ ചെയ്യാതിരിക്കല്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. നമുക്ക് CPO അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ CEO എക്സൈസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യണം. അന്നത്തെ ഫിസിക്കലിന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. കാരണം എങ്ങനെ പോയാലും നമുക്ക് 8-9 മാസം സമയമുണ്ട്. ഇതിന്റെ എക്സാംസ് ഡേറ്റ് എല്ലാം കണ്ട ആസ്പിറൻസ് ആണെങ്കിൽ അറിയായിരിക്കും. ഏപ്രിൽ മെയ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എക്സാംസ് ഉള്ളൂ. എങ്ങനെ പോയാലും എക്സാംസിന് മാത്രം തന്നെ നമുക്കൊരു 5 മാസം 4 മാസം നമുക്ക് സമയമുണ്ട്. അന്നേരം ഇത്രയും പോസ്റ്റുകൾ ആരും അപ്ലൈ ചെയ്യാതിരിക്കല്. ഇത് കൂടാതെ കുറേ പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരിക്കും, എല്ലാ ആസ്പിറൻസും അറിഞ്ഞു കാണും. അത് നമുക്ക് വരുന്ന ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ നമ്മൾ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലുള്ള സിവിൽ പഠിച്ചവർക്ക് ഇഷ്ടംപോലെ എക്സാംസ് നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഓവർസിയർ ഗ്രേഡ് 2ന്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്കിപ്പോൾ BSc മാത്സ് എടുത്തവർക്ക് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ് BSc മാത്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ വരുന്ന പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അന്നേരം ഇതൊന്നും ഒരിക്കലും വിടല്ലേ. പിന്നെ BSc ഫിസിക്സും മെക്കാനിക്കൽ എഞ്ചിനീയർ BTech ഒക്കെ എടുത്തവർക്ക്, ശരിക്കും BTech എടുത്തവർക്കും BSc ഫിസിക്സ് എടുത്തവർക്കും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന പോസ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ പോസ്റ്റ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഓവർസിയർ ഗ്രേഡ് 2 എന്ന പോസ്റ്റ് ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ എല്ലാ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം കേരള PSCയുടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓരോ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സർവേയർ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ഒരുപാട് നമ്മൾ പോസ്റ്റ് കാണുന്നു. ആ പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BSc മാത്സുകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം അങ്ങനെയുള്ള പോസ്റ്റുകൾ ഉറപ്പായിട്ട് നോക്കണം. ഉറപ്പായിട്ട് കോമ്പറ്റീഷൻസ് കുറവായിരിക്കും. ഉറപ്പായിട്ട് വേറെയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതും അപ്ലൈ ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ, കോമൺ ആയിട്ടുള്ള പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുക. കോമൺ ഒരു എക്സാം പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക. ഈ രീതിയിലാണ് നമുക്ക് ഇതിന്റെ മുന്നേ വന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം എല്ലാവർക്കും അറിയായിരിക്കും. SI പോലുള്ള നോട്ടിഫിക്കേഷനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഞാൻ നേരത്തെ പറഞ്ഞു. അന്നേരം ആ പോസ്റ്റുകൾ അന്നേരം നമുക്ക് ഏകദേശം നമുക്കിപ്പോൾ കേരള PSCയുടെ 2026 എക്സാം വരുന്ന ഒരു പോസ്റ്റ് ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ SBI CID ഉൾപ്പെടെ, SBI സ്പെഷ്യൽ ബ്രാഞ്ച് CID ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ നമുക്ക് എവിടെ വരുന്നത് 2026 നടക്കാൻ പോകുന്ന ഈ ഡിഗ്രി പ്രിലിംസിന് അല്ലെങ്കിൽ 2026 നടക്കാൻ പോകുന്ന എക്സാംസിലായിരിക്കും നമുക്ക് കേരള PSCയുടെ എക്സാംസ് വന്നു വരുന്നത്. അപ്പോൾ അവസരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, നല്ലൊരു സുവർണ്ണ അവസരം നമ്മൾ കയ്യിൽ നിന്ന് ഒരിക്കലും മിസ് ചെയ്യല്. എല്ലാ പോസ്റ്റും അപ്ലൈ ചെയ്യുക. ഇതിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം, ഇതിനെക്കുറിച്ചുള്ള എലിജിബിലിറ്റി, ഇതിനെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതിൻ്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് എങ്ങനെയാണ് ഇപ്പോൾ അറിയിക്കാം. CPOയ്ക്കൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, എക്സൈസിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അന്നേരം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിനൊക്കെ മെയിൻസ് എന്തുവാ, പ്രിലിംസ് എന്തുവാ, ഇതിനെക്കുറിച്ച് എല്ലാം നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ചാനലിനകത്ത് തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് പോകുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻസും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ്
ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ ഞാൻ എപ്പോഴും ഞാൻ വീണ്ടും പറഞ്ഞ് ഈ എക്സാംസ് ഇതിൻ്റെ എല്ലാം എക്സാം ഡേറ്റ് വരെ വന്നിട്ടുണ്ട്. ആ എക്സാം ഡേറ്റ് വരെ നമുക്കറിയാം. എങ്ങനെ പോയാലും ഒരു 5 മാസത്തോളം നമുക്ക് സമയമുണ്ട്. ഈ 5 മാസം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഫിസിക്കലൊക്കെ നമുക്ക് നോക്കാനായിട്ടും അല്ലെങ്കിൽ ഓട്ടോ അതെല്ലാം നമുക്ക് നോക്കാനായിട്ട് വീണ്ടും നമുക്ക് സമയമുണ്ട്. അതിൻ്റെ ഒന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത്രയും നല്ലൊരു അവസരമൊന്നും ഒന്നും നമുക്ക് മിസ് ചെയ്യേണ്ടതില്ല. ഇനി ഇതിനെക്കുറിച്ച് കോഴ്സിനെ കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും ഇത് ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. ഈ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് കയറി അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡൗട്ട് എന്തുവാണെന്നോ അല്ലെങ്കിൽ ഫോൺ നമ്പരും പേര് മാത്രം ഇതാക്കിയാൽ മതി. നമ്മൾ ഇതിനകത്ത് കോൺടാക്ട് ചെയ്യും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ ചോദിക്കാം. ഏത് എക്സാംസിനെ കുറിച്ചാണ് ഡൗട്ട്, അതിനെക്കുറിച്ച് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു തരാനായിട്ട് ഇവിടെ ഫുൾ ടീംസ് ഉണ്ട്. അതേപോലെ നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മുടെ ബാച്ചസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ബാച്ചസിനകത്ത് നമുക്ക് എല്ലാത്തിനും ഒരു കോമൺ ആയിട്ട് ആദ്യത്തെ ഒരു 3 മാസം നമുക്ക് കോമൺ ആയിട്ട് പറയും. എന്നിട്ട് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിനും 10th ലെവൽ ക്വാളിഫിക്കേഷൻ 10th ലെവൽ എക്സാംസ് ആയിരിക്കും ഒരുപാട് ആസ്പിറൻസ് നോക്കുന്നത്. അതേപോലെ 12th ലെവൽ എക്സാംസ് ആയിരിക്കും നോക്കുന്നത്. LD പോലുള്ള എക്സാംസ് അല്ലെങ്കിൽ CPOയ്ക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകളും ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. അന്നേരം ഇത് എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണുന്ന ഈ കോൺടാക്ട് നമ്പറിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചെല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത്രയും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യല്ലോ. ഒരിക്കലും മിസ് ചെയ്യാനായിട്ടുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ല. ഇത് കൂടാതെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ എല്ലാ പോസ്റ്റിന്റെയും ഇനി വരാൻ പോകുന്നുള്ള എല്ലാ പോസ്റ്റുകളുടെയും അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞ ടെക്നിക്കലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പോസ്റ്റുകളുണ്ട്. എന്ന് പറഞ്ഞാൽ BSc മാത്സുകാർക്ക്, BTechകാർക്ക്, BSc ഫിസിക്സുകാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ പോസ്റ്റുകളുണ്ട്. അന്നേരം ആ പോസ്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് സിലബസ്, കേരള വാട്ടർ അതോറിറ്റിയുടെ പോലുള്ള പോസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ നോക്കുന്ന കുറേ ആസ്പിറൻസ് ഉണ്ട്. നമ്മളോട് ഡെയിലി വന്ന് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് ഡിഗ്രി പ്രിലിംസ്, കോമൺ ആയിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് ഏത് രീതിയിലാണ് ക്വാളിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സബ്ജക്റ്റിനനുസരിച്ചുള്ള വെയിറ്റേജ്, ഇതെല്ലാം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ജസ്റ്റ് എല്ലാവരും ആദ്യമേ ചെയ്യേണ്ടത് ഒരിക്കലും നോക്കിയിരിക്കാതെ, ഒരിക്കലും ഡൗട്ട് ചെയ്യാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാ എക്സാംസും എല്ലാവർക്കും ഒരേപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഒരേപോലെ ക്ലിയർ ചെയ്യാൻ പറ്റും. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയാൽ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഗൈഡൻസും നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് ഒരു ടെൻഷനും അടിക്കാതെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഇവിടെ നിർത്തുന്നു. അന്നേരം നമ്മൾ ഇന്ന് പറയാൻ വന്നത് ഈ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് തുടങ്ങിക്കോ. ഏത് പോസ്റ്റാണ് വേണ്ടിയെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് തുടങ്ങിക്കോ. ബാക്കിയുള്ള പ്രിപ്പറേഷൻസും ഗൈഡൻസ് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.